തൊഴിലാളികളെ വെറും അടിമകളാക്കി മാറ്റാൻ മോദി സർക്കാർ തയ്യാറാക്കിയ 4 ലേബർ കോഡുകൾക്കെതിരെ ഇന്ത്യൻ തൊഴിലാളി വർഗം വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. മുതലാളിമാർക്ക് വേണ്ടി യൂണിയൻ സർക്കാർ തയ്യാറാക്കിയ ലേബർ കോഡുകൾ കത്തിച്ചെറിഞ്ഞായിരുന്നു പ്രതിഷേധം. ഇന്ത്യൻ തൊഴിലാളി വർഗം ബ്രിട്ടീഷ് ഇന്ത്യയിലും സ്വതന്ത്ര ഇന്ത്യയിലും നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത 29 തൊഴിൽ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. എതിർപ്പുകൾ അവഗണിച്ച് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞയാഴ്ച അതിന്റെ വിജ്ഞാപനവും നടത്തിയിരിക്കുന്നു. ആരും അറിയാതെ പാസാക്കിയ നിയമം പോലെ തന്നെ അതിന്റെ വിജ്ഞാപനവും സംഭവിച്ചിരിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലമാണ് അവർക്ക് അതിന് ധൈര്യം പകർന്നത്. ഫാക്ടറികളിൽ ജോലി സമയം വർദ്ധിപ്പിക്കുക, തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് ഫാക്ടറികളെ ഒഴിവാക്കുക, ജോലി സ്ഥിരതയില്ലാതാക്കുക, കൂലി വെട്ടിച്ചുരുക്കുക, യൂണിയൻ രജിസ്ട്രേഷൻ തടസ്സപ്പെടുത്തുക, രജിസ്ട്രേഷൻ കളയുന്നത് എളുപ്പമാക്കുക, സമരങ്ങളും പണിമുടക്കുകളും തടയുക എന്നിവയാണ് പ്രധാനമായും ഈ കോഡുകൾ വഴി ലക്ഷ്യമിടുന്നത്. പോരടിച്ചു നേടിയതും തൊഴിലാളികളെ ഒരു പരിധിവരെ സംരക്ഷിച്ചിരുന്നതുമായ നിയമങ്ങൾ റദ്ദാക്കിയാണ് പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവരുന്നത്. എന്നാൽ നിയമം ലളിതമാക്കാൻ എന്ന പേരിൽ കൊണ്ടുവന്ന കോഡുകൾ പൂർണ്ണമായും തൊഴിൽ ഉടമകൾക്ക് അനുകൂലമായതാണ്. കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനും നിക്ഷേപത്തിനും ഇത് വഴിവയ്ക്കുമെന്ന വാദവും പൊള്ളയാണ്. ലേബർ കോഡിലെ BJP സർക്കാരിന്റെ ഏറ്റവും കൗശലപരമായ ഒരു നയം നോക്കാം. നേരത്തെ 100-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ജീവനക്കാരെ പിരിച്ചുവിടാനോ സ്ഥാപനം പൂട്ടാനോ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമായിരുന്നു. പുതിയ നിയമപ്രകാരം ഈ പരിധി 300 തൊഴിലാളികൾ എന്ന് ഉയർത്തി. അതായത് കമ്പനികൾക്ക് ഇനി സർക്കാരിനോട് ചോദിക്കാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികളെ പിരിച്ചുവിടാം. ഇന്ത്യയിൽ അവശേഷിച്ച തൊഴിലിടങ്ങളിൽ തൊഴിൽ സ്ഥിരതയും തൊഴിൽ സുരക്ഷയും ഇനി ചോദ്യചിഹ്നമായി മാറും. രാജ്യത്തെ 75% ഫാക്ടറികളും തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ലാത്തവയായി മാറുമെന്നാണ് ഒരു പഠനം പറയുന്നത്. പണിമുടക്കിനുള്ള അവകാശം എടുത്തു കളയുക, തൊഴിലാളികളുടെ കൂട്ടായ സമരത്തെ ക്രിമിനൽ വൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളുമുണ്ട് ഈ നയങ്ങളിൽ. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുന്നിലെത്താത്ത പ്രധാനമന്ത്രി ചോദ്യങ്ങൾ ഉയരാതിരിക്കാൻ കൂടി നിയമമുണ്ടാക്കുന്നു. പതിവ് പോലെ വലതുപക്ഷവും അവരുടെ മാധ്യമങ്ങളും തൊഴിലാളികളെ രക്ഷിക്കാൻ അവതരിപ്പിച്ച ലേബർ കോഡുകളെ പുകഴ്ത്തൽ തുടരുന്നുണ്ട്. തങ്ങളെ ബാധിക്കാത്ത എലൈറ്റ് ക്ലാസ് വർഗം പണിമുടക്ക് കൊണ്ട് നിങ്ങൾ എന്ത് നേടിയെന്ന അസഹിഷ്ണുതയുടെ പതിവ് പല്ലവി പാടുന്നുണ്ട്. കോടിക്കണക്കിന് വരുന്ന അടിസ്ഥാന വർഗ മനുഷ്യരുടെ അധ്വാനത്തിന്റെ മിച്ചമൂല്യമാണ് ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ചയെന്ന ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് ബോധ്യമുണ്ട്. അതൊന്നും അവരുടേതല്ലാതാക്കാനാണ് ഈ നിയമങ്ങളെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുവാൻ ചങ്ങലകളല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് ഈ പോരാട്ടത്തിലും അധ്വാന വർഗത്തിന്റെ മോട്ടോ.